ഒരിക്കൽ ഒരു ധ്യാനത്തിൽ ഒരു ബന്ധനം ഒരു സ്ത്രീക്ക് ഇളകി അവൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. എൻ്റെ ശുശ്രൂഷകരായിട്ടുള്ളവർ ചെന്ന് അതിനെ ശാസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ അത് അഴിയുന്നില്ല. 10 മിനിറ്റായി. സാധാരണ ഒരു 10 മിനിറ്റിനകത്ത് വെച്ച് അഴിയുന്നതാണ്. ഇതൊരു 10-15 മിനിറ്റായിട്ടും അഴിയുന്നില്ല. അപ്പോൾ അവർ വന്നിട്ട് എന്നെ വിളിച്ചു. ഞാനടുത്ത് ചെന്ന് ഞാനും പ്രാർത്ഥിച്ചു. പക്ഷെ അഴിയുന്നില്ല. അന്ധകാര ശക്തി അവരെ വിട്ട് പോകുന്നില്ല. അവസാനം ഞങ്ങളെല്ലാം അങ്ങ് വിയർത്തു. എത്ര ജീസസിൻ്റെ നെയിം, യേശുവിൻ്റെ നാമം എത്ര ഉപയോഗിച്ചിട്ടും അത് പുറത്തു പോകുന്നില്ല. അവസാനം ക്യാമ്പിൽ വന്ന ഒരാൾ എന്നെ രഹസ്യത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഭയങ്കര അപകടകാരിയായ ഒരു ഗ്രൂപ്പാണ്. അവസാന കാലത്ത് നീതിമാന്മാർ പോലും വഴിതെറ്റിപ്പോകും എന്ന് പറയുക. അനേകം പണ്ഡിതന്മാർ നിലം കുത്തനെ തറയി വീഴുന്ന ഒരു കാലമാണ് അവസാന കാലം. അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ഡിവൈഡ് ദൈവശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടൊരു ശാസ്ത്രം പഠിക്കുന്നത്. അത് വാക്കുകളെ ഡിവൈഡ് ചെയ്തിട്ടുള്ള പഠനം. ഒരിക്കലും ആ പഠനം ക്രിസ്റ്റോളജിക്കോ ദൈവശാസ്ത്രത്തിനോ യോഗ്യമല്ല. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ബൈബിളിലെ ഒരു അക്ഷരത്തിൽ നമ്മൾ ഇങ്ങനെ തൊടുമ്പോൾ അത് യഹോവ സംസാരിച്ചതാ. യഹോവ സംസാരിച്ചപ്പോൾ അതിൻ്റെ യഹോവയുടെ അകത്ത് ഒരു മനസ്സുണ്ട്. ആ മനസ്സ് ഈ അക്ഷരത്തിന്റെ തൊടുമ്പോൾ ആ അക്ഷരത്തിന്റെ അകത്ത് കാണണം ആ മനസ്സ് എന്താണെന്ന്. ഇതാണ് ബൈബിൾ. മറിച്ച് നമ്മൾ ഈ ഡിവൈഡിങ് ആൾക്കാർ പഠിപ്പിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, യഹോവയോ അപ്പോസ്തലന്മാര് സംസാരിച്ച അവരുടെ മനസ്സിനെ ഇവർ അപ്രത്യക്ഷമാക്കും. എന്നിട്ട് അവരെടുത്ത വാക്കുകളെ ഇവർ പുറത്തു കൊണ്ടുവരും. നിങ്ങൾക്ക് പിടികിട്ടിയോ? മനസ്സിലായോ? വാക്കുകളെ പ്രൊമോട്ട് ചെയ്യും. പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരുദ്ദേശിച്ച അർത്ഥത്തിലേക്ക് ഒരിക്കലും വരികയില്ല. അനേകം പേർ ഓട്ടവും ചാട്ടവുമാണ്, തൃപ്തരല്ല. യേശുക്രിസ്തു എന്തെല്ലാം ഉപകാരം ചെയ്തു കൊടുത്താലും ശരി, കനകക്കട്ട കൊണ്ട് കൊടുത്താലും ശരി, അവര് തൃപ്തരല്ല, അവര് ചാട്ടക്കാരാ. അത് യേശുക്രിസ്തു സങ്കടത്തിൽ ഇടപെട്ട് അനുഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ചാട്ടക്കാരായി മാറിയിട്ടുള്ളത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. അതാ, മനസ്സിലാകുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ മനസ്സിനോട് ചേരാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ജീസസിലെ കംപ്ലീറ്റ് ആൾക്കാരുടെ അടുത്ത് പറയുവാണ്, നിങ്ങൾ ഒരു ദുരുപദേശത്തിൽ പെട്ടാൽ നിങ്ങളുടെ അനുഗ്രഹം കംപ്ലീറ്റ് പിൻവലിക്കപ്പെടും. ഏതെങ്കിലും ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റ് വെച്ചോ, നിങ്ങൾ ഞാനുമായിട്ട് പന്തയം വെച്ചോ, അനുഗ്രഹം പിൻവലിക്കപ്പെടും. ഒരൊറ്റ ദുരുപദേശത്തെ വിശ്വസിച്ചാൽ മതി. രോഗം സുഖപ്പെട്ടത് തിരിച്ചു വരും. കാരണം ഈ രോഗം പിശാചിൻ്റെതാ. പിശാചിനെ പുറത്തായ പിശാചിനെ നീ ദുരുപദേശം വഴി തിരിച്ചു വീട്ടിൽ കയറ്റി. ആരെങ്കിലും അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുഗ്രഹം തിരിച്ചു പിടിക്കുമ്പോൾ അവർക്ക് രോഗങ്ങൾ ഉണ്ടാവും, തലവേദന ഉണ്ടാവും, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും. അപ്പൊ നിങ്ങൾ പറയും, യോ ഒന്ന് പ്രാർത്ഥീരെന്ന് പറയും. പ്രാർത്ഥിച്ചാലൊന്നും ഏക്കത്തില്ല. കാരണം നിന്റെ അകത്ത് രണ്ടാമത് റിട്ടേൺ വന്നിരിക്കുക സ്പിരിറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇത് പറയുന്നതിന് മുമ്പ് ജീസസിലെ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുക. ഈ പലരും ഈ ഡെലിവറൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും യൂട്യൂബിൽ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അതിനെയൊക്കെ വിലക്കാത്തതാ. എന്തോന്ന് പറഞ്ഞാൽ പലരും അവരുടെ സൂം ഐഡിയിലൊക്കെ കയറി പോകുന്നവരൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്തിനാ എവിടെങ്കിലൊക്കെ പോയി പഠിക്കട്ടെന്ന് വിചാരിച്ച്. എന്നാൽ അതിൻ്റെ അകത്ത് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ജീസസ് വിഷനിലെ ദൈവദാസന്മാരിലൂടെ കിട്ടിയ ഡെലിവറൻസ് ഉണ്ട്, അതിന് ഡാമേജ് ആകും. അത് നിങ്ങൾക്ക് പണി കിട്ടും. കാരണം ഈ ഡെലിവറൻസിൽ ഒരുപാട് ദുരുപദേശങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടാണ്. ഒരുപാട് സൈക്കോളജി ഉണ്ട്. നിങ്ങൾക്കറിയാലോ, എൻ്റെ അടുത്ത് പ്രേക്ഷിതരായിട്ട് നിന്നവരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കണം. എൻ്റെ അടുത്ത് ഞാൻ പ്രേക്ഷിതരായിട്ട് പുതിയ ആൾക്കാരെ ഡെലിവറൻസ് സമയത്ത് ഞാൻ നിർത്താറുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഞാൻ പറയും, എടാ ഇത് സൈക്കോളജിയാണ്. നിങ്ങൾക്ക് സ്പീക്ക് ഔട്ട് കാണിക്കണോ? ഇപ്പൊ ഈ സൂമിൽ കാണിക്കാം. ഒരല്പം 25 പൈസ കുറവുള്ള ഒരെണ്ണം മതി. ഞാൻ പറയല്ലോ, ₹1 25 പൈസ കുറവുള്ള ഒരെണ്ണം ഉണ്ടെങ്കിൽ പിശാച് സംസാരിക്കുന്ന കണക്ക് അതിനെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കാം. അപ്പൊ സ്പീക്ക് ഔട്ട് കാണിക്കും. നീ എവിടുന്നാ വന്നത്? ഞാൻ വന്നത് എൻ്റെ അമ്മായിമ്മ. അമ്മായിമ്മ എന്ത് ചെയ്തു? അമ്മായിമ്മയാണ് എന്നെ ഇവളിലേക്ക് അയച്ചത്. എങ്ങനെയുണ്ട്? പിശാച് എന്നെ പറയാ, ഇവിടെ അമ്മായിമ്മയാണ് എന്നെ ഇവളിലേക്ക് അയച്ചത്. സൈക്കോളജിയാ. അവക്ക് അമ്മായിമ്മയോട് കടുത്ത വിരോധമുള്ള
അമ്മായിമ്മമാരോട് കടുത്ത വിരോധമുള്ള മരുമക്കള് ഇതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഡെലിവറൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ വാ തുറന്ന് അമ്മായിമ്മയെ തെറി വിളിക്കത്തേ ഉള്ളൂ. നിങ്ങളുടെ അകത്തിരിക്കുന്ന പിശാച്. അമ്മായിമ്മ കൂടോത്രം ചെയ്തിട്ടാണ്, അമ്മായിമ്മ യക്ഷിയാണ്, അമ്മായിമ്മ ഭദ്രകാളിയാണ്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയും. ഇനി അമ്മായിമ്മ മറ്റേ ആലപ്പുഴയിലെ കുഞ്ഞമ്മയാണെന്ന് നിങ്ങൾ പറയും. ഇത് നമുക്ക് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ. അപ്പൊ അത് ഒരു സൈക്കോളജിയാ. അപ്പൊ ഞങ്ങൾ ഈ സൈക്കോളജി അറിയാന്നുണ്ട്. ഈ മനുഷ്യൻ ബലം കുറഞ്ഞ മനുഷ്യരാ, ബലം കുറഞ്ഞ മനസ്സിന്റെ ഉടമകളുണ്ട്. അവരാണ് ഈ നേർച്ച കാഴ്ചക്കൊക്കെ പോയി എനിക്ക് അത് ചെയ്തു, എനിക്ക് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കരയുന്നതൊക്കെ ഈ ബലം കുറഞ്ഞ ആൾക്കാരാ. ഈ ബലം കുറഞ്ഞ ആൾക്കാരെ ചീറ്റ് ചെയ്യുക വചനപ്രഘോഷകര്. അത് ഡെലിവറൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നവരാ. അവരാണ് ഏറ്റവും കൂടുതൽ ചീറ്റ് ചെയ്യുന്നത്. അവർ ചീറ്റ് ചെയ്യും. ഇവർ ഡെയിലി ഇവർക്ക് ബന്ധനം വഴിപ്പാ ജോലി. എവിടെ പോയാലും ഇവരിങ്ങനെയൊക്കെ കാണിച്ച് വീഴും. അടുത്തടുത്ത് പോകും, ഭയങ്കര ബഹളം വെച്ച് ഇനി എനിക്കൊന്നുമില്ലെന്ന് പറയും. വേറെടുത്ത് പോകും, അവിടെ ചെന്നിട്ട് വീഴും. കാരണം ഇവരും പകുതി മാനസിക രോഗികളാണ്. അപ്പൊ ഈ ഡെലിവറൻസിന്റെ പേരിലൊക്കെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഇറങ്ങിയിട്ടുള്ള, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇറങ്ങിയിട്ടുള്ള പലരും എന്നെ വിളിച്ചിട്ടുള്ളവരാ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു ഡെലിവറൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ട്. പുള്ളിക്ക് രോഗമുണ്ടായിരുന്നു. രോഗത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടുള്ളവർ, എന്നെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഡെലിവറൻസ് ആൾക്കാരാണ് ഇന്ന് മലയാളികളുടെ ഇടയിൽ പ്രസംഗിക്കുന്നത്. അല്ലാത്തവര് കുറവാണ്. പഴയ ആൾക്കാരാണെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. പുതിയ പിള്ളേരെല്ലാം ഒന്നെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരോ ഒക്കെയാണ്. അല്ലെന്ന് അവന്മാർക്കും പറയാൻ പറ്റത്തില്ല. എന്നെ വിളിച്ചിട്ടുള്ള എൻ്റെ തെളിവ് എൻ്റെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ട് ഞങ്ങൾ തടയുന്നില്ല, എന്നിട്ട് പോന്നേ പോട്ടെ. പക്ഷേ അടുത്ത സമയത്തായിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ദുരുപദേശം ഭയങ്കരമായിട്ട് കാണാനായിട്ട് ഇടയായി. മനസ്സിലാവുന്നുണ്ടോ? ദുരുപദേശം. ഡെലിവറൻസ് പ്രസംഗമാണ്, മൊത്തം ഡെലിവറൻസാ. മൊത്തവും അപ്പോസ്തലന്മാര് പഠിപ്പിച്ചതിന് വിരുദ്ധമായ ഉപദേശങ്ങൾ. ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. ഈ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാനൽ അങ്ങോട്ട് കേട്ട് അവരുടെ ഉപദേശം കേൾക്കുമ്പോൾ തലപെരുപ്പ് തുടങ്ങും. നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ തോന്നും. നിങ്ങളെ ആത്മാവ് തടയുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ തിരിച്ചറിയാം. ഒരു ദിവസം ഞാൻ വേറൊരാളുടെ കാര്യം പറയാം. അത് പുള്ളി ഇപ്പം ഈ പറയുന്ന കണക്ക് ആസ്ട്രേലിയയോ എവിടാണ്ടോ നിന്നുകൊണ്ടോ പുള്ളി ഇപ്പൊ ഡെലിവറൻസിന്റെ ഭയങ്കര ഇത് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണ്, ഇങ്ങനെ കുറെ പേര് ഇറങ്ങട്ടെ. പക്ഷെ അതിൻ്റെ അകത്ത് ദുരുപദേശം വരികയും പൈസ എല്ലാവരും കൂടെ ഇട്ടതാന്ന് കിടന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഡെലിവറൻസുകാരനെ നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം എടാ, മറ്റുള്ളവർക്ക് നീ ഡെലിവർ ആയി കഴിഞ്ഞാൽ നീ ഗുണം പിടിക്കും എന്ന് പറയുന്ന നിനക്കെന്താ ഈ നാട്ടുകാരുടെ മുമ്പിൽ തെണ്ടാൻ നടക്കുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. ഞങ്ങൾ ചെയ്യുന്നത് പാർട്ടിസിപ്പിൾ ചെയ്യിപ്പിക്കുന്ന അത് വല്ലപ്പോഴും അങ്ങനെ ചെയ്യുന്നെങ്കിലേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ ഒരു വർഷത്തെ ധ്യാനം മൊത്തം ഞങ്ങൾ എങ്ങനെ കൊണ്ടു കിടക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിച്ച് കൊണ്ടു കിടക്കുന്നതാണത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കുറെ ടീമുകൾ ഉണ്ട്. അതിൻ്റെ അകത്ത് അടിമയായി. പിന്നെ പോകുന്നവരുടെ ഒരു ജോലിയുണ്ട്. ജീസസ് വിഷനിൽ അടുത്ത ആൾക്കാരെയും കൂടെ വിളിച്ചിട്ട് പറയും, കേറിക്കോ, അവിടെ നല്ല ഇതാണെന്ന് പറയും. ഒരു വചനത്തിന്റെ ABCDയോ വചനത്തിന്റെ വ്യാഖ്യാനമോ ഒന്നും അറിയാത്ത ഞാൻ പറഞ്ഞല്ലോ 25 വയസ്സാ കുറവുള്ളത്, ഏത് കേട്ടാലും നല്ലയാണെന്ന് തോന്നുന്നത്, അങ്ങനെയുള്ളവർക്ക് വരുന്ന വീഴ്ചകളാണ് ഇതെല്ലാം. അതുകൊണ്ട് പരിശോധിച്ചറിഞ്ഞ്, അവസാന കാലമാണ്, പരിശോധിച്ചറിഞ്ഞ് നിങ്ങൾ ഓരോരുത്തവരെ സ്വീകരിക്കുക. പിശാചിനെ ബഹിഷ്കരിക്കുന്ന പ്രസംഗങ്ങളുമായി അനേകം പേർ യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, അപ്പോസ്തലിക ഉപദേശവുമായി ചേരുന്നുണ്ടോ. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആ ആശയമായി ഒന്ന് ഡിബേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഡെലിവറൻസിന് വരുമ്പോൾ ഒരുപാട് എന്നെ അങ്ങോട്ട് കാണുമ്പോഴേ വിറയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഡെലിവറൻസിന് വരുന്നവര് എന്നെ ഈ യൂട്യൂബിലൊക്കെ കണ്ട് ഞാനിങ്ങനെ കൈവെക്കുമ്പോൾ ആൾക്കാർ വീഴുന്നതൊക്കെ കണ്ടിട്ട് ഇവർ വിചാരിക്കുന്ന ഞാൻ എന്തുകൊണ്ടോ വിൺശക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് ഇല്ല ഡെലിവറൻസിന് വരുമ്പോഴേ അയ്യോ ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പൊ ഞാൻ പറയും, അവിടെ നിൽക്കെന്ന് പറയും. അല്ലെ എൻ്റെ പ്രേക്ഷിത പിള്ളേർത്ത് വരും, എന്തുണ്ട് പേര്, വിശേഷം എന്തുണ്ട്. അതേസമയം അവരെ ചീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലോ വിശേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വേല കാണിക്കും. ഈ സൂമി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒരു 25 വയസ്സോ കുറവുള്ള കുറെ പേര് ഇതിൻ്റെ അകത്തുണ്ട്. പറഞ്ഞു മനസ്സിലായോ? സൂമി കാണിച്ചു തരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവർ കൂടുതൽ പേഷ്യൻ്റ് ആവുകയാ. അതുകൊണ്ട് അവർ കൂടുതൽ പ്രശ്നത്തിലേക്ക് അവർ പോവുകയാ. അവരൊരിക്കലും അതിൻ്റെ അകത്ത് വിടുതലുണ്ടാവത്തില്ല.
അവർ മാരകമായ വിഷയത്തിലേക്കാണ് അവർ പോകുന്നത്. കാരണം അവരുടെ ബലഹീനതയാണ് നമ്മൾ മിസ്യൂസ് ചെയ്യുന്നത്, അവരുടെ അറിവില്ലായ്മയാണ് നമ്മൾ മിസ്യൂസ് ചെയ്യുന്നത്. സ്പീക്ക് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിപ്പിക്കുന്നത്. ഞങ്ങളിവിടെ ഒരു സ്പീക്ക് ഔട്ടും ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യവും ഞാൻ നിർത്തുമ്പോൾ പുതിയ ആൾക്കാരെ നിർത്തും. കാരണം അവര് ഈ ചീറ്റ് പിന്നെ തെറ്റായ ഇതിലേക്ക് ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യത്ത് നിന്നോ ഒക്കെ ഓരോരുത്തവര് ഡെലിവറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും വിളിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. വീഡിയോ കാണുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. രണ്ടാമത് അവരുടെ ഉപദേശം ശ്രദ്ധിക്കണം. എന്നിട്ട് വിളിക്കുന്നവന്റെ അടുത്ത് പോടാന്ന് പറയണം, പോയി പണി നോക്കാൻ പറയണം. ഈ ഉപദേശവുമായിട്ട് ബന്ധപ്പെട്ട് നീ ഒന്ന് ഡിബേറ്റിന് വരാൻ പറയുക. അങ്ങനെ പറയുമ്പോൾ അതിന്റെ പണി അങ്ങ് തീരും. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അവസാന കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഡിവൈഡിങ് തിയോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാക്കുകളെ ഡിവൈഡ്. ഇപ്പൊ തന്നെ ഒരു ഗ്രൂപ്പ് കണ്ടില്ല, ആദിജാതൻ ഏകജാതൻ. ആദിജാതൻ വേറെ, ഏകജാതൻ വേറെ. കണ്ടോ? വാക്കുകളെ വെച്ച് കളിക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ വാക്കുകളെ വെച്ച് അതിന്റെ അകത്തിരിക്കുന്ന ആത്മാവിനെ അവർ കാണത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങളും കാര്യങ്ങളിലും ഉൾപ്പെട്ട് ജീസസ് വിഷന്റെ ആൾക്കാർ പോയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പോയാൽ കുഴപ്പമില്ല. പക്ഷെ പോയിട്ടുള്ള എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുക, അവരെല്ലാം കരഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവും പറയുന്നുണ്ട്, ഇങ്ങനെ വിട്ടേക്കാൻ പറയുന്നുണ്ട്. അവരെല്ലാം കരഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്പിരിറ്റിനെ നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ചില കൂടുതലും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, കൂടുതലും പേർക്ക് ആന്തരിക മുറിവാണുള്ളത്. ഞാൻ എൻ്റെ അടുത്ത് ഡെലിവറൻസിന് വരുമ്പോൾ, ഞാൻ കൃപയാല് ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ കാണാൻ സാധിക്കുന്നത് ആ ഇന്നർ ഹീലിംഗ് കിട്ടാത്ത ആൾക്കാരാണ്. ഈ ആന്തരിക മുറിവ് ഒരുപാടുള്ളവർ അവര് തന്നെ ഇങ്ങനെ വെപ്രാളം കാണിക്കും, ഭ്രാന്ത് കാണിക്കും, ഇതൊക്കെ കാണിച്ചു കഴിയും, ആക്ഷനൊക്കെ കാണിക്കും. അത് ഇന്നർ ഹീലിംഗ് കിട്ടാത്ത ആൾക്കാരുടെ ഒരു ക്വാളിറ്റി. അത് അവരുടെ ഒരിക്കലും അവർക്ക് ഡെലിവറൻസിന്റെ ഇതെന്ന് പറയുന്നത് കൗൺസിലിങ്ങിലൂടെയാണ് അവർക്ക് ഡെലിവറൻസ് കിട്ടേണ്ടത്. അവരുടെ മനസ്സിന് ഒരാളുണ്ടായിരുന്നു, കൈ അടുത്തൂടെ അങ്ങോട്ട് പോകുമ്പോഴും ആലറി വിളിച്ച് അവിടെ കസറയെല്ലാം കൂടെ അടിച്ച് പൊട്ടിച്ച് ഒരു പരുവാക്കുന്ന ഒരു 4-5 പേരുണ്ടായിരുന്നു. അപ്പൊ അടുത്ത് പോകാൻ പറ്റത്തില്ല. ചിലവരുണ്ട് അടുത്തോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴും ആലറിക്കരച്ചില്ല, ആര് ചെന്നാലും കരച്ചില് നിർത്താൻ അവസാനം കാലേ പിടിക്കണം. കുഞ്ഞെ കരച്ചിലൊന്ന് നിർത്തുമ്പോളെ ഒന്ന് കാലേ പിടിക്കണം. കരച്ചില് നിർത്തത്തില്ല. എന്തോന്ന് ഇത്ര കരച്ചില്? ഡെലിവറൻസിന് വന്നതാ കരച്ചില്. അങ്ങനെ ഇപ്പൊ ഞാൻ ഈ 4 പേരടുത്തും പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം എൻ്റെ അടുത്തോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. ജസ്റ്റ് അവർക്ക് മനസ്സിന് ഉറപ്പ് കൊടുക്കുന്ന, അവരുടെ മുറിവുണക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒരു സ്പിരിച്വൽ അഡ്വൈസ് ചെയ്തു. കരഞ്ഞവർ കരയുന്നില്ല, കസര ഓടിക്കുന്ന ആളിപ്പോ ഓടിക്കുന്നില്ല, ഇപ്പൊ നീറ്റായി. അപ്പൊ അവരുടെ പ്രശ്നം ഏതായിരുന്നു? ഇന്നർ ഹീലിംഗ് ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് യൂട്യൂബില് ഒരുത്തൻ വന്നിട്ട് പിശാച് എന്ന് പറയുന്നത് ആദത്തെ വഞ്ചിച്ചു, ആ വഞ്ചിച്ചവനാണ് മരണം കൊണ്ടുവന്നു, ആ മരണം ഇത് നിന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇതെല്ലാം പ്രസംഗിക്കാൻ എളുപ്പമാ, ഇതൊക്കെ ഒന്ന് അഴിച്ചു കാണിച്ചു തരാൻ പറയുക. അതാണ്. പണ്ട് തുമ്പാമണ്ണിയിലാണെന്ന് തോന്നുന്നു ഒരു ലേഡി ഉണ്ടായിരുന്നു സ്ഥിരം. അപ്പൊ ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്താണ്. അപ്പൊ ഈ ലേഡി കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇവര് ഓരോ വീട്ടിൽ ചെന്നിട്ട് പറയും, ഓ എന്റെ ശരീരം പൊള്ളുന്നു, എന്റെ ശരീരം ചൂടാവുന്നു. ശരീരം പൊള്ളുന്നു. അപ്പൊ എല്ലാരും യോ എന്തു പറ്റി? എല്ലാരും ഇങ്ങനെ നിൽക്കുക. ഇവിടെ എന്തോ ശത്രുദോഷമുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ കുറെ നാളായി ഉയരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങേ ഇവിടെ കൊണ്ടുവന്നത്, ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങ് ഇവിടെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ആണ്ടോ? അങ്ങ് എന്നാ പിന്നെ അങ്ങ് എടുക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 7 ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് ഇതിനെ നിർവീര്യമാക്കാം. ഒരു ദിവസം വരുന്നതിന് അവർക്ക് 1000 രൂപയാണ്. അങ്ങനെ ഈ തുമ്പവണില് കുടുംബത്തിലെ കുടുംബനാഥൻ കയറി വന്നു. തുമ്പവൺ പരിസരത്താട്ടോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുടുംബനാഥൻ കയറി വന്ന് ഇവര് ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞു, ഇങ്ങനെ ബന്ധനം ഉണ്ടെന്ന് പറഞ്ഞു. കുടുംബനാഥൻ പറഞ്ഞു, ഈ ബന്ധനം എന്തുകൊണ്ടെന്ന്, അത് ആരോ കൂടോത്രം ചെയ്തതാ, ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നീ അല്ലയോ ദർശനം കണ്ടത്? നീ അല്ലയോ? അതെ ഞാനാ കണ്ടത്. എന്നാ നീ തന്നെ എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അയാൾ വാതിലങ്ങടച്ചു. കുഞ്ഞോളേന്റെയും പാപ്പച്ചങ്ങളും അല്ല, ഞങ്ങളുടെ കാര്യം പറയാം. അപ്പൊ അയാൾ വാതിലടച്ചു. പക്ഷെ ആന്റിക്കും അങ്കിളിനും അറിയാമെന്ന് തോന്നുന്നില്ലേ? സംഭവം ആന്റി അങ്കിളും ചിരിക്കുന്ന കണ്ടപ്പോ കഥ മനസ്സിലായി എന്ന് തോന്നുന്നു.
പുള്ളി അങ്ങ് വാതിലടച്ചു. വാതിലടച്ചിട്ട് പറഞ്ഞ് നീ ബന്ധനം എടുത്തിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി അവസാനം കരച്ചിലായി, പ്രാർത്ഥനക്കാരി കരച്ചിലായി, നിലവിളിയായി, എന്നെ വിടാൻ പറഞ്ഞു, എനിക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് യൂട്യൂബില്. അങ്ങനെ വരും സാത്താൻ, ഇങ്ങനെ വരും സാത്താൻ, നിന്റെ കൈകാലുകളെ ഇങ്ങനെ ആക്കും എന്ന് പറയും. എന്നാ നീ ഒന്ന് അഴിക്കടാ. അഴിപ്പൊക്കെ സൈക്കോളജിയാ. എന്നൊക്കെ എന്തൊക്കെ കാണിക്കും, പിന്നെ ഒന്നും നടക്കത്തില്ല. എന്നാൽ ഇവിടെ 10,000-കണക്കിന് ആൾക്കാർ ഡെലിവറായി വിദേശ രാജ്യത്തും സുവിശേഷകരുമായി മാറിയ ചരിത്രം ഉണ്ടെങ്കിൽ സ്തോത്ര ഹല്ലേലൂയ, അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്, അവിടെയാണ് ദൈവം ഉള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, ഡെലിവറൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പല ആൾക്കാർ ജീസസ് വിഷുവിന്റെ കൂടെ നിന്ന ആൾക്കാര് ചിലവരൊക്കെ അതിൽ ചാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യമാണെങ്കിൽ ആളുടെ പേര്, ആളുടെ സാഹചര്യങ്ങളെല്ലാം അത്യാവശ്യമാണെങ്കിൽ പറയും. അതിലൊന്നും എനിക്കൊരു പേടിയും ഇല്ല, അങ്ങനെ ഭയപ്പെടുന്ന ഒരാളുമല്ല ഞാൻ. പിന്നെ എന്തിനാണ് വെറുതെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ അത് കാരണമാണ് ഞങ്ങൾ പറയാതെ. ഇപ്പൊ ജീസസ് വിഷനിൽ പണ്ട് നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന മുഖങ്ങളൊക്കെ ആയിരിക്കും. പിന്നീട് അവരുടെ കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളുടെ തന്നെ ഇതാണ് ബ്രാഞ്ചാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഇതൊരു ഓർമ്മയ്ക്കായി ഞാൻ സൂചിപ്പിക്കുന്നതാണ്. അല്ല, അത് ദുരുപദേശക ഗ്രൂപ്പാണ്, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. സ്തോത്രം. ഇത് ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദുരുപദേശമാണെന്ന് നിങ്ങളെ 3-ാമത്തെ ധ്യാനം വെക്കുമ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ ദുരുപദേശം എന്താണെന്നുള്ളത്. ശരി. അപ്പൊ ആരാണ് കള്ളൻ? ക്രിസ്തുവിനെ നിഷേധിക്കുക, ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു എന്നുള്ളത് വിശ്വസിക്കാതിരിക്കുക, മിശിക ഒരിക്കലും ഭൂമിയിലേക്ക് വരികയില്ല എന്നുള്ളത് വിശ്വസിക്കാതിരിക്കുക, ക്രിസ്തുവിൻ്റെതായ യാതൊന്നും നമ്മൾ കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ അത് കേൾക്കാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള വന്നാൽ നമ്മൾ കള്ളന്മാരായി മാറും. നമ്മൾ അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം നമ്മൾ വ്യാജ ആത്മാവുള്ളവരായി മാറും. അതുകൊണ്ടാണ് നിങ്ങൾ സൂക്ഷിക്കാൻ പറയുന്നത്. ഇത് പറഞ്ഞു തരേണ്ട കാര്യം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ പലരുടെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഇത് കള്ളപ്രവാചകനാണോ, ഇത് വ്യാജ ആത്മാവാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ, ഇപ്പൊ കൃപാസനത്തിന്റെ പേരെ നിങ്ങൾ കേൾക്കുമ്പോൾ അത് പ്രവാചകരാണോ അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അവിടെ അത്ഭുതം ചെയ്യുന്നത് വ്യാജ ആത്മാവാണോ അവിടെ അത്ഭുതം ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ നമ്മൾ ആരെയും വിധിക്കേണ്ട. നേരെ നമ്മുടെ അപ്പോസ്തലനായ യോഹന്നാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓർത്തോളണം, നമ്മൾ ഇങ്ങനെ പറയണം, നമ്മുടെ അപ്പോസ്തലനായ യോഹന്നാൻ. ഇത് തന്നെയാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. അവരെ നിഷേധിക്കാൻ നമുക്ക് പാടില്ല, നമുക്ക് അനുവദിച്ചിട്ടില്ല ബൈബിൾ. നിങ്ങൾ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഒരു ഇത് കാണുമ്പോൾ, കാണേണ്ടത് ഞങ്ങൾ പറയുന്നില്ല, കാണുമ്പോൾ നിങ്ങൾ ആദ്യമേ കയറി അങ്ങ് വിശ്വസിക്കരുത് അവർ നല്ല ആത്മാവാണ്. ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ TV ജോഷിയെ തന്നെ 1 വർഷം ഇരുന്ന് പ്രാർത്ഥിച്ച് മെസ്സേജൊക്കെ എടുത്തതിന് ശേഷമാണ് വിശ്വസിച്ചത്. നിങ്ങൾ വിശ്വസിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. പരിശോധിക്കാൻ, ഇത്രയും വലിയ പ്രവാചകരെയൊക്കെ പരിശോധിക്കണോ? സത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കണം. എന്താ നമ്മുടെ അപ്പോസ്തലനായ യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ അപ്പോസ്തലൻ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടോ, ഇറിറ്റേഷൻ വല്ല ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരാം. നമ്മൾ ജാതീയരായ നമ്മളെ നാട്ടലുവായ യഹൂദന്മാരുടെ അബ്രാമിന്റെ തായ്തണ്ടിനോട് ചേർന്ന് ഒട്ടിച്ചിരിക്കുക. അതുവഴി യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ പക്ഷഭേദം വചനം പിന്നെ കാണിച്ചിട്ടില്ല. നമ്മൾ ഒരേ വൃക്ഷമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അബ്രാം നമ്മുടെ പിതാവെന്ന് നമുക്ക് ധൈര്യത്തോടെ വിളിക്കാൻ പറ്റിയാൽ യോഹന്നാൻ നമ്മുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കാം. ഇനി കേട്ടോളുക അടുത്ത വാക്യം. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. ഈ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ്. ഇങ്ങനെ തിരിച്ചറിയാം, യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. ഇതാണ് പറയുന്നത്. യേശു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്ന, വരും എന്നല്ല. ഇവിടെ എന്താണ് എല്ലാരും നോട്ട് ചെയ്തേ? വരും എന്നാണോ പറഞ്ഞിരിക്കുന്നത്, വന്നു എന്നാണോ? നിങ്ങൾ നോട്ട് ചെയ്തേ? വന്നു. യോഹന്നാന്റെ കാലത്ത് തന്നെ പറയാണ് വന്നു. യോഹന്നാന്റെ കാലത്ത് വന്നവൻ എന്നർത്ഥമാണ് ഇവിടെ വരുന്നത്. ഇതിനെ വരും എന്ന് ആക്കിയിട്ട്
ഉപദേശം ചെയ്യുന്നവരുണ്ട്. അല്ല, യോഹന്നാൻ പറയുന്നത് എൻ്റെ കാലത്ത് വന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവർ. അതായത് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ യേശു ശരീരം ധരിച്ചു വന്നു. ഈ വന്നു എന്ന വാക്ക് പറയാൻ കാരണം എന്താണ്? ഈ ദുരുപദേശകന്മാര് കാരണമാണ് ഇത് എഴുതിയത് തന്നെ. ഈ പരിവർത്തനത്തെ എടുത്ത്, അതായത് മൂലഗ്രന്ഥത്തിൽ നിന്ന് പരിവർത്തനം ചെയ്ത ഈ മലയാളം എടുത്തിട്ട് യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു, എവിടെയോ യേശുക്രിസ്തു ഇപ്പൊ ജനിച്ചിട്ടുണ്ട്, അവർക്കാണ് സത്യാത്മാവ് എന്ന് പറഞ്ഞ് ദുരുപദേശകർ പഠിപ്പിക്കുന്നുണ്ട്. അല്ല, യോഹന്നാന്റെ കാലത്ത് എഴുതിയിരിക്കുന്നത് വന്നു എന്ന്. ഇപ്പോഴല്ല, 2005 ശേഷമല്ല, യോഹന്നാന്റെ കാലത്താണ് വന്നു എന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്യണേ. അടുത്ത വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്ത്യക്രിസ്തുവിന്റെ ആത്മാവാണത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങൾ പഠിപ്പിച്ചത്? യേശുവിനെ നിങ്ങൾ നോക്കണ്ട, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ നിങ്ങൾ നോക്കണ്ട എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ ആന്റി ക്രൈസ്റ്റ് ആണ്. അതേപോലെ തന്നെ യേശു ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധമില്ല. യേശു ക്രിസ്തുവിന് പുറത്തുള്ള ആൾക്കാരുമായിട്ട് ആണ് ബന്ധം. യേശു ക്രിസ്തുവിനെ ഒന്നും പറയത്തില്ല. ആന്റി ക്രൈസ്റ്റ് ആണ് ആ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഇതാണ് മക്കളെ, നിങ്ങൾ യൂട്യൂബ് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള യേശുവിനെ അധികം ഏറ്റുപറയാതെ സ്വയത്തെ ഏറ്റുപറയുക. യേശുവിന്റെ പേര് പറയുന്നതിന് ഞാൻ ഇന്നാക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു, അവിടെ യേശുവിന്റെ പേരില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആരോട് പ്രാർത്ഥിച്ചു? അവിടെ പോലും ആന്റി ക്രൈസ്റ്റിന്റെ ആത്മാവാണെന്നാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ പറയാ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അയാൾക്ക് അത്ഭുതം ചെയ്തു, ആരോട് പ്രാർത്ഥിച്ചെന്ന് മാത്രം അയാൾ പറയത്തില്ല. എന്നുണ്ടെങ്കിൽ പോലും സൂക്ഷിക്കണമെന്നാണ് യോഹന്നാൻ നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മുടെ അബദ്ധവശാൽ നമ്മളൊന്ന് പറയാൻ മറന്നുപോയാൽ തന്നെ നമ്മൾ ടെൻഷൻ അടിച്ചോണം. യോ, എന്നെ കൊണ്ട് ആ പേര് എന്നെ കട്ട് ചെയ്യിപ്പിച്ചത് ആരാണ്? അപ്പൊ നമ്മൾ ടെൻഷൻ അടിച്ചോണം. അപ്പൊ നമ്മൾ പോയി പ്രാർത്ഥിച്ചോണം. അത്ര സീരിയസ് ആണ് യേശുവിന്റെ നാമം പറയണമെന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് രണ്ടാമത് യോഹന്നാൻ പറഞ്ഞത്. കർത്താവിൽ പ്രിയരെ, ഈ യോഹന്നാന്റെ സഭയിൽ ഉള്ളതുപോലെ തന്നെ ഫാൾസ് ടീച്ചിങ് ഇന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ ഫാൾസ് ടീച്ചിങ്, കുറച്ച് ഫാൾസ് ടീച്ചേഴ്സ് ഇന്ന് ശക്തമാണ് യൂട്യൂബിൽ. അതുകൊണ്ട് യൂട്യൂബ് കാണുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേരെ. ഒന്ന്, ഫാൾസ് ഡെലിവറൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതായത് വ്യാജ ബന്ധനം അഴിക്കൽ. ഇതാണ്, അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. അത് അവരെ ദൈവം വിട്ടതല്ല, അവരെ പിശാചു തന്നെ വിട്ടിരിക്കുന്നതാണ്, വ്യാജ ബന്ധനം അഴിക്കൽ. രണ്ടാമത് ഗോസ്പൽ ഓഫ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നുണ്ട് ഒരിതുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവും, നിങ്ങൾക്ക് വീട് കിട്ടും, അത് കിട്ടും, ഇത് പ്രോസ്പെരിറ്റി മാത്രമേ പ്രസംഗിക്കൂ, വേറൊന്നും പ്രസംഗിക്കത്തില്ല. രക്ഷയെക്കുറിച്ചില്ല, നിത്യജീവനെ കുറിച്ചില്ല, ഒന്നും പ്രസംഗിക്കത്തില്ല. പക്ഷെ നമ്മൾ നിത്യജീവനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പ്രോസ്പെരിറ്റി പൗലോസും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയും, അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. പക്ഷെ ഇവരതല്ല, ഇവർ എയിം ചെയ്യുന്നത് പ്രോസ്പെരിറ്റിക്കായിരിക്കും. അതിനെയും നമുക്ക് ഇന്നത്തെ ദുരുപദേശകരായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അതുപോലെ തന്നെ ഗോസ്പൽ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നുണ്ട് ഒരു ദുരുപദേശക ടീമുണ്ട്. ഏതൊക്കെയാണ്? അടുത്ത എഴുതിക്കോ. ഗോസ്പൽ ഓഫ് ഗ്രേസ്, കൃപയുടെ സുവിശേഷം. ഇതാണ് ഇവരെ നമുക്കറിയാം. ഇന്ന് ബൈബിൾ കോളേജിൽ MTHനൊക്കെ BTH പഠിക്കുന്നവർക്ക് ഇത് പഠിക്കാൻ കാണും. ഈ കൃപയുടെ സുവിശേഷം ആൾക്കാർ, ഇവരൊക്കെ ഒരു 100 വർഷമായി ഇവർ തുടങ്ങിയിട്ട്. ഇവർക്ക് ഒരിക്കലും ഇങ്ങനെ ബൈബിൾ വചനങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് ഈ കൃപ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സുവിശേഷ വേല ചെയ്യും. കൃപയുടെ സുവിശേഷം എന്ന് പറയും. ഇവര് ഭയങ്കര ഡേഞ്ചറാണ്. ഒരു കാലത്ത് നമ്മുടെ ഈ പല ആൾക്കാരെ ഈ കൃപയുടെ സുവിശേഷം പറഞ്ഞവരാണ്, അവരുടെ അടുത്ത് നിങ്ങൾ കയറണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല അച്ഛന്മാരെ, പാസ്റ്റേഴ്സ് ഒക്കെ യൂട്യൂബിൽ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കും. അവരൊക്കെ പിന്നെ ഇതാണ് ഗോസ്പൽ ഓഫ് ഗ്രേസിന്റെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൻ്റെ അകത്ത് ഭയങ്കര അപകടമുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഗോസ്പൽ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞു. ഇവർക്ക് പല പേരിലായിട്ട് ഇവർക്ക് യൂട്യൂബിൽ ഇവർ ക്ലാസ് ഇടുന്നുണ്ട്. അവർ പറയുന്നത് ഈ യേശുവിന്റെ സുവിശേഷം നമുക്ക് ആവശ്യമില്ല, അത് യഹൂദന്മാർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനെ ഇവരെ വേർവ്യത്യാസത്തിൽ പഠിപ്പിക്കും. പിന്നെ നമുക്ക് ആരുടെയാണ് വേണ്ടത്? നമുക്ക് വേണ്ടത് പൗലോസിന്റെയാണ്. പൗലോസ് എങ്ങനെയാണ്? ആദ്യം മാനസാന്തരപ്പെടാൻ പറഞ്ഞു, പിന്നെ പൗലോസ് ലാസ്റ്റ് ആയപ്പോൾ പൗലോസിന് അന്നേരമാണ് കർത്താവ് വെളിപാട് കൊടുത്തത്. ആ വെളിപാട് 12 ഈ അപ്പോസ്തലന്മാർക്ക് ആർക്കും കർത്താവ് കൊടുത്തില്ല. അവരോടൊക്കെ ഇച്ഛിച്ചായിരുന്നു കർത്താവിന്, വെറുപ്പായിരുന്നു.
പുഞ്ഞമായിരുന്നു അവരോടെല്ലാം. അത് കാരണം കർത്താവ് എന്തവരുടെ ഈ പൗലോസിന് കൊടുത്തിട്ട് പറഞ്ഞു ഈ ഗ്രേസ് നെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. അങ്ങനെ പൗലോസാണ് ഗ്രേസിനെ കുറിച്ച് പ്രസംഗിച്ചത്. എന്ന് പറഞ്ഞാൽ കൃപ, എല്ലാം കൃപയിലൂടെ മതി, നിങ്ങളൊന്നും പ്രവർത്തിക്കേണ്ട, പ്രവർത്തിയാലല്ല കൃപയിലൂടെയാണ് എന്ന് പറയാം. അപ്പൊ യാക്കോബ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് പഠിപ്പിച്ചത് യാക്കോബിന് കൃപയെക്കുറിച്ച് അറിവില്ലാത്തത് കാരണമാണെന്ന് ഈ ഗ്രേസ് ഓഫ് ഗോസ്പൽ ഓഫ് ഗ്രേസ് മിനിസ്ട്രീസ് എല്ലാം ഇത് പറയും. അത് യാക്കോബിന് അറിവില്ല, പത്രോസിന് അറിവില്ല, യോഹന്നാൻ അറിവില്ല, ഇവരൊക്കെ അറിവ് കെട്ടവരാണ്. പക്ഷെ പൗലോസിന് മാത്രമാണ് അറിവുണ്ടായിരുന്നത്. ഇതാണ് ഇവരുടെ കോമഡി. നമുക്കാണെങ്കിൽ ഇവരെ ഒരു 5 മിനിറ്റ് കേട്ടോണ്ടിരിക്കുമ്പം ഇവരുടെ മോന്ത പിടിച്ച് എറ്റിയല്ലേ പിടിച്ച് 2 ഓരോ വരയ്ക്കാൻ തോന്നും. സത്യം പറഞ്ഞ മനസ്സിലായി. ഈ അത്രമാത്രം പച്ചയ്ക്ക് ദുരുപദേശം ചെയ്യുന്ന ഒരു ഭയങ്കര അപകടകാരിയായ ഒരു ഗ്രൂപ്പാണ് ഗോസ്പൽ ഓഫ് ഗ്രേസ് എന്ന്. 4ാമത്തെ ദുരുപദേശകര് എൻകറേജ്മെന്റ് ഗോസ്പൽ എന്ന് പറയും. എന്ന് വെച്ചാൽ പ്രോത്സാഹന സുവിശേഷകർ. പ്രോത്സാഹനം തരും. നമുക്ക് ഇപ്പോൾ ഓണം ആഘോഷിക്കണോ? ആഘോഷിച്ചോ, ഒരു കുഴപ്പമില്ല, അതൊന്നും യേശുവിന് പ്രശ്നമൊന്നുമില്ല. പ്രോത്സാഹന സുവിശേഷകർ എന്ന് പറയും. അവരെയാണ് എൻകറേജ്മെന്റ് ഗോസ്പൽ എന്നാണ് പറയുന്നത്. പല സഭകളും എൻകറേജ്മെന്റ് ഗോസ്പലിലേക്ക് ഡൈവേർട്ട് ചെയ്തു. ഈ എൻകറേജ്മെന്റ് ഗോസ്പലൊക്കെ ഇറങ്ങിയിട്ട് 16ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയതാണ് എൻകറേജ്മെന്റ് ഗോസ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ തിയോളജിയിൽ പഠിപ്പിക്കാതിരുന്നതാണ്. പക്ഷേ എനിക്ക് തിയോളജികൾ പലരും ഓണം ആഘോഷിച്ചതില് മനം നൊന്നിട്ട് തിയോളജി നിർത്തിയതാണ്. കാരണം അത്യുന്നതനായ ദൈവത്തിന്റെ ഗോസ്പൽ, അതിന്റെ ആത്മാവിനെ കേട്ടിട്ട് ഇവരിത് തിന്മ ചെയ്തുവെങ്കിൽ ഇവർ ദൈവവചനത്തെ ചവിട്ടിക്കളയുന്നവരല്ലേ എന്ന ചിന്ത വന്നപ്പോഴാണ് ഞാൻ തിയോളജി പഠനം നിർത്തിയത്. അപ്പൊ ഇനി അടുത്തത് കേട്ടോളുക, എൻകറേജ്മെന്റ് ഗോസ്പൽ. ഇത് അത് വലിയ അപകടമാണ്. ഈ എൻകറേജ്മെന്റ് ഗോസ്പലുകാരാണ് ഇപ്പോൾ ഈ 21ാം നൂറ്റാണ്ടിൽ ശക്തമായിട്ടുള്ളത്. അവരെല്ലാത്തിനും എൻകറേജ് ചെയ്യും. അങ്ങനെയുള്ളൊരു ഗോസ്പലുണ്ട്. ഇങ്ങനെയുള്ള ഗോസ്പലുകാര് കുറെ ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന് ഫാൾസ് ഡെലിവറൻസ് എന്ന് പറയും, വ്യാജബന്ധന മോചന ശുശ്രൂഷകർ. 2 ഗോസ്പൽ ഓഫ് പ്രോസ്പെരിറ്റി. 3ാമത്തത് ഗോസ്പൽ ഓഫ് ഗ്രേസ്. 4ാമത്തത് എൻകറേജ്മെന്റ് ഗോസ്പൽ. ഇങ്ങനെ 4 ഗോസ്പലാണ് ഇപ്പൊ യൂട്യൂബിൽ കിടന്ന് പടപട എല്ലാ ദിവസവും ഇവര് ക്ലാസ് ഇടും. ഓരോ ദിവസവുമല്ല, എല്ലാ ദിവസവും. പിന്നെ വ്യാജബന്ധന മോചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് പോയ രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തു. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. പോയ രോഗങ്ങൾ 2ാമത് വന്നു, ഇത് ചെക്ക് ചെയ്താൽ മതി. ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബന്ധനമോചനം എന്താ നടന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ ശ്രദ്ധിക്കുക, യൂട്യൂബ് കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തേ നിങ്ങൾ യൂട്യൂബ് വചന പ്രഘോഷണം കേൾക്കാവൂ. ഈ പ്രോത്സാഹന സുവിശേഷകര് അവരുടെ ഒരു വേറൊരു രീതിയുണ്ട്. ഈ നെഗറ്റീവായ ഒരു കാര്യങ്ങളും അവർ പറയത്തില്ല. യേശു നിന്നെ അനുഗ്രഹിക്കും, നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റും, നിനക്ക് നീ ഒരു ഒറ്റപ്പെട്ട് നടന്നാൽ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും. ഇത് മാത്രം ഇതിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. വേറെ പാപത്തെക്കുറിച്ചോ ഈ അന്യാരാധനയെക്കുറിച്ചോ ഒന്നും ഇവർ പ്രസംഗിക്കത്തില്ല. അങ്ങനെയുള്ള സുവിശേഷകർ നിങ്ങൾക്കറിയാം. നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ നോക്കണം, ഇവൻ ഇതേ ഉള്ളൂ, ഇവനൊരു പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ലല്ലോ, ഇവനൊരു നിത്യജീവനെ എതിരെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചൊന്നും ഇവ ക്ലാസ് എടുക്കുന്നില്ലല്ലോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചാൽ അവൻ പ്രോത്സാഹന സുവിശേഷകനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറയുന്നത്. അത് കാരണമാണ്. ഒരിക്കൽ ഒരു ധ്യാനത്തിൽ ഒരു ബന്ധനം ഒരു സ്ത്രീക്ക് ഇളകി അവൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. എൻ്റെ ശുശ്രൂഷകരായിട്ടുള്ളവർ ചെന്ന് അതിനെ ശാസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ അത് അഴിയുന്നില്ല. 10 മിനിറ്റായി. സാധാരണ ഒരു 10 മിനിറ്റിനകത്ത് വെച്ച് അഴിയുന്നതാണ്. ഇതൊരു 10-15 മിനിറ്റായിട്ടും അഴിയുന്നില്ല. അപ്പോൾ അവർ വന്നിട്ട് എന്നെ വിളിച്ചു. ഞാനടുത്ത് ചെന്ന് ഞാനും പ്രാർത്ഥിച്ചു. പക്ഷെ അഴിയുന്നില്ല. അന്ധകാര ശക്തി അവരെ വിട്ട് പോകുന്നില്ല. അവസാനം ഞങ്ങളെല്ലാം അങ്ങ് വിയർത്തു. എത്ര ജീസസിൻ്റെ നെയിം, യേശുവിൻ്റെ നാമം എത്ര ഉപയോഗിച്ചിട്ടും അത് പുറത്തു പോകുന്നില്ല. അവസാനം ക്യാമ്പിൽ വന്ന ഒരാൾ എന്നെ രഹസ്യത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ കഴുത്തി കിടക്കുന്ന മാല നോക്കാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നിട്ട് അവിടെ കഴുത്തി കിടക്കുന്ന മാല തൊട്ടു. താലിമാലയാണ്. താലിമാലയുടെ
ലോക്കറ്റ് പരിശോധിച്ചപ്പോൾ വിചിത്രമായ കാര്യമാണ് കണ്ടത്. ഒരു അന്യജാതിയുടെ എംബ്ലമാണത് ആ ലോക്കറ്റ്. ഫ്രണ്ടിൽ ഒരു കുരിശും ബാക്കിൽ അന്യജാതിയുടെ എംബ്ലവും. ഞാൻ ആ മാല കഴുത്തിൽ നിന്ന് ഊരിയിട്ട് അവളെ നോക്കിയിട്ട് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാൻ സാത്താനോട് കൽപ്പിച്ചതും അപ്പോഴേ പുറത്തുപോയി. ഈ അരമണിക്കൂർ സാത്താൻ പുറത്തു പോകാതിരുന്നത് എൻ്റെ കയ്യിലിരുന്ന അന്യജാതിയുടെ ഒരു മുദ്ര അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണെന്ന് അന്ന് ഞാൻ വിശ്വസിച്ചു. അത് കഴിഞ്ഞതും അന്ധകാര ശക്തി പുറത്തുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കാര്യമുണ്ട്. ദൈവം ശക്തനല്ലേ എന്നൊക്കെ വേണമെങ്കിൽ ഒരുപക്ഷെ വചന വിരോധികൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക, വചനത്തോട് ചേർന്ന് നിൽക്കുന്നവർ ഇതൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ അപ്പോസ്തല പ്രവർത്തനത്തിൽ 19:17 മുതലുള്ള തിരുവചനം നമുക്കൊന്ന് നോക്കാം. ഇത് എഫേസോസിൽ പാർക്കുന്ന സകലരും യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവായ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്നു തങ്ങളുടെ പ്രവർത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയപ്പോൾ 50,000 വെള്ളിയേക്കാൾ എന്ന് കണ്ടു. അവർക്ക് വേണമെങ്കിൽ എന്തിനാണിത് ചുട്ടുകളയാൻ തയ്യാറായത്? ഏതെങ്കിലും ഒരു കൾച്ചറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവർക്കത് അവിടെ സൂക്ഷിച്ചുകൂടെ? അവർക്ക് മനസ്സിലായി, ദൈവം ഞങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ, ദൈവം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണമെങ്കിൽ അന്യമായ എന്തും ചുട്ടുകത്തിച്ച് കളഞ്ഞേ പറ്റത്തുള്ളെന്ന് അവർക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മക്കളുടെ മേൽ വ്യാപരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിച്ച് അത് അനുഗ്രഹമായി ഞങ്ങളെ ഉയർത്തണമെങ്കിൽ, ഇതാ ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ഞങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ അത് കത്തിച്ചു കളഞ്ഞാലേ നടക്കത്തുള്ളെന്ന് അവർക്ക് മനസ്സിലായി. അവർ അപ്പോസ്തലന്മാരുടെ കാൽ കീഴിലിട്ട് കത്തിച്ച് തങ്ങളുടെ വിശ്വാസം കാണിച്ചു. അത് കത്തിക്കാൻ കാരണവും എഴുതിയിട്ടുണ്ട്, ഭയം. എന്ത് ഭയം? ദൈവം ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ നശിക്കുമെന്ന ഭയം അവരെ അലട്ടി. അവർ നശിക്കാതിരിക്കേണ്ടതിന്, അവരുടെ മക്കൾ നശിക്കാതിരിക്കേണ്ടതിന് അന്യമായ സകലതും അവർ കത്തിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ, നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ദൈവത്തിൻ്റെതാണെന്ന് ദൈവം വിശ്വസിക്കണമെങ്കിൽ പ്രവൃത്തി കൊണ്ട് തെളിയിക്കുക. എന്താണ് പ്രവൃത്തി? നിന്റെ കണ്ണിന് ഇഷ്ടപ്പെട്ടത്, നിന്റെ കാതുകൾക്ക് ഇമ്പമായ, അന്യമായ, ദൈവഹിതമല്ലാത്തതായ എന്തും നിന്റെ വീട്ടിലിരിക്കാൻ പാടില്ല, കത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. അന്യജാതി സംസ്കാരങ്ങൾ നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു സംസ്കാരമേ ഉള്ളൂ, സ്വർഗത്തിൻ്റെ സംസ്കാരം. സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന യേശുക്രിസ്തു വഴി ലഭിച്ച ആ വലിയ സ്നേഹം, ആ സംസ്കാരം ലോകത്തെ കീഴടക്കി. എങ്ങനെയാണ് കീഴടക്കിയത്? നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അവൻ്റെ ആവശ്യങ്ങളിൽ സഹായിക്കുക. അവൻ്റെ ദൈവത്തെ ആരാധിക്കാനല്ല പറഞ്ഞത്, അവന് കഷ്ടത വരുമ്പോൾ അവനെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. ആ ഒരു സംസ്കാരം നമ്മുടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറഞ്ഞു, ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇതെല്ലാം സ്വർഗത്തിൻ്റെ സംസ്കാരമാണ്. ആരോടും പ്രതികാരം ചെയ്യാതിരിക്കുക, ഇതും സ്വർഗത്തിൻ്റെ സംസ്കാരമാണ്. നമുക്ക് പാലിക്കാൻ ശ്രമിക്കാം. ഒരുപക്ഷെ നമുക്ക് പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം, ഒരുപക്ഷെ നമ്മൾ പ്രതികാരം ചെയ്തു പോയേക്കാം. അനുദപിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ നിന്ന് വന്ന ഈ സംസ്കാരം സ്പ്രെഡ് ചെയ്യാം, എല്ലാവരിലും സ്നേഹം സ്പ്രെഡ് ചെയ്യാം. മറിച്ച് നമ്മൾ ജാതിയുടെ പേരിലും കൾച്ചറിൻ്റെ പേരിലും വിഗ്രഹാരാധനയും അന്യാരാധനയുടെയും പുറകെ പോകാതിരിക്കാൻ ശ്രമിക്കാം. നമുക്ക് അങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം ഇറങ്ങി വരട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരട്ടെ. അടുത്തത്, ഇന്ന് എനിക്കറിയാം എൻ്റെ ഈ ക്ലാസ് ഒരു ഇരുട്ടിൽ കടന്ന ഒരുപാട് പേരുടെ വെളിച്ചത്തിലേക്ക് എത്തിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇരുട്ടിലായിരുന്ന ഒരുപാട് പേർ വെളിച്ചത്തിലേക്ക് വരും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഹല്ലേലൂയ.